ഹായ് വിവേഴ്സ്, ജഗ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു നൈറ്റി ഫ്രോക്കാണ്. നൈറ്റി ഫ്രോക്ക് തന്നെ, സാധാരണ നൈറ്റി ഫ്രോക്കല്ല, കഫ്താൻ നൈറ്റി ഫ്രോക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഒരു കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിന് ചെയ്തിട്ടുള്ളതാണിത്. ഈ കഫ്താൻ നൈറ്റിയുടെ നാട കയറ്റാൻ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്. അതെങ്ങനെയാണ് നാട കടത്തി ഇടേണ്ടതെന്ന് ഒന്ന് കാണിക്കാം. അറിയാത്തവരെല്ലാം കണ്ടു നോക്കുക. അതിനായിട്ട് ഈ സിബ് വച്ചിട്ടുള്ളതിൻ്റെ താഴെയായിട്ട് ഒരു ഹോള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഹോൾ ഇട്ടിട്ട് രണ്ട് 4 ഭാഗവും ചുറ്റി വെച്ച് അതിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അത് കീറിപ്പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ ഭാഗത്തു കൂടി തന്നെ നമ്മൾ ആണ് നാട കയറ്റേണ്ടത്. ഇപ്പോൾ ഇട്ടിട്ട് ഈ അകത്താണ് ഇതിൻ്റെ നമ്മളിത് ഇങ്ങനെ ആ ലൂപ്പ് ഇത് കയറ്റാനുള്ള സംഭവം അടച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ആ ഒരു പാട്ടിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് മറ്റേ അറ്റം കാണാൻ പറ്റും. അതുവഴി ഇതാ ഇതുപോലെ ഇങ്ങനെ വീണ്ടും നമുക്കിതുപോലെ ഇങ്ങനെ പിന്നുപയോഗിച്ച് ഇങ്ങനെ കടത്തി കൊടുക്കുക. മറുവശത്ത് വീണ്ടും ഇതുപോലെ മറുവശത്ത് വള്ളിയിട്ട് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് വീണ്ടും ഇതുപോലെ കാണും. അതുവഴി ഇങ്ങനെ കയറ്റി കൊടുക്കുക. ഇങ്ങനെയാണ് ഈ നൈറ്റി ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ നമുക്ക് വള്ളി കറക്റ്റിന് വലിച്ച് കെട്ടി ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു തുഞ്ചലും കൂടി ഈ സൈഡിലും കൂടെ പിടിപ്പിച്ച് കൊടുക്കും. അത് തുഞ്ചലിട്ട് കഴിഞ്ഞാൽ വള്ളി കടത്താൻ പാടായതുകൊണ്ടാണ് തുഞ്ചൽ ആദ്യമേ ചെയ്യാത്തത്. അതായത് കണ്ടില്ല, സിബുണ്ട്, സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൗണ്ട് കഴുത്ത്, കൈ പഫ് സ്ലീവാണ്, പഫ് സ്ലീവിലാണ് കൈ ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് ഫ്രില്ലും ഉണ്ട്, ഫ്രില്ലുണ്ട്, താഴ്ഭാഗത്ത് ഫ്രില്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ നാട നമ്മൾ ഇടേണ്ടത്. അപ്പോൾ ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തിടുക. എങ്കിൽ മാത്രമാണ് ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ. താങ്ക് യു.